പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 8-ാം തീയതി ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില ഹെഡിങ്സ് ആണ് ഇന്നത്തെ. വി നാരായണനെ പുതിയ ബഹിരാകാശ സെക്രട്ടറിയും ISRO മേധാവിയുമായി നിയമിച്ചു. ഇന്ത്യ അതിന്റെ ആദ്യ തലമുറ ബീറ്റ ബേബിയെ സ്വാഗതം ചെയ്തു. 2024 സൈബർ ആക്രമണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ജൻഭാഗിദാരി സെ ജൻ കല്യാൺ എന്നതാണ് ഇന്ത്യയുടെ പുതിയ കലണ്ടറിന്റെ തീം. ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് JDS കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ജനുവരി 8 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2025 ജനുവരി 14 മുതൽ ISROയുടെ പുതിയ ചെയർമാൻ ആരായിരിക്കും? ഡോക്ടർ വി നാരായണൻ. ഇപ്പോൾ 14th ജനുവരി 2025 ISROയുടെ പുതിയ മേധാവിയായിട്ട് ചെയർമാൻ ആയിട്ട് വരാൻ പോകുന്നത് ഡോക്ടർ വി നാരായണനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം സ്പേസ് സെക്രട്ടറി ആയിട്ടും ചുമതലയേറ്റെടുക്കും. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ അതിന്റെ ഡയറക്ടർ ആരാണ്? ഡോക്ടർ വി നാരായണൻ. വരാൻ പോകുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ചെയർമാൻ ആകാൻ പോകുന്ന ഡോക്ടർ വി നാരായണൻ ആയിരിക്കുള്ളൂ. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ അതായത് LPSCയുടെ ഡയറക്ടറാണ്. അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് LPSC, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ. അതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ വി നാരായണൻ അദ്ദേഹമായിരിക്കുള്ളൂ അടുത്ത 2 വർഷത്തേക്ക് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ചെയർമാൻ ആകാൻ പോകുന്നത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ 10ാമത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ S സോമനാഥ്. ഇപ്പോഴത്തെ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ S സോമനാഥ് അദ്ദേഹം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ 10ാമത്തെ ചെയർമാൻ ആണ്. വരാൻ പോകുന്ന ഡോക്ടർ വി നാരായണൻ അദ്ദേഹം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ 11ാമത്തെ ചെയർമാൻ ആയിരിക്കും. ചന്ദ്രയാൻ 3 ആദിത്യ L1 ഗഗൻയാൻ ദൗത്യത്തിന്റെ ആദ്യ വികസന ഘട്ടം തുടങ്ങിയ സുപ്രധാന ദൗത്യങ്ങളുടെ മേൽനോട്ടം വഹിച്ച ISRO ചെയർമാന്റെ പേര് ഡോക്ടർ S സോമനാഥ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഡോക്ടർ S സോമനാഥ് എന്ന വ്യക്തിയെക്കുറിച്ച്. കാരണം അദ്ദേഹത്തിന്റെ ചന്ദ്രയാൻ 3, ആദിത്യ L1, ഗഗൻയാൻ മിഷൻ എന്നിവയിൽ ചുക്കാൻ പിടിക്കുന്ന ISROയുടെ ചെയർമാൻ ആയിരുന്നു S സോമനാഥ്. അദ്ദേഹമാണ് ഇപ്പോൾ വരാൻ പോകുന്ന ജനുവരി 14-ാം തീയതി ISROയുടെ ചെയർമാൻ എന്ന സ്ഥാനം ഡോക്ടർ വി നാരായണനെ കൈമാറുന്നത്. 3 വർഷത്തേക്കാണ് ഡോക്ടർ S സോമനാഥ് ISROയുടെ ചെയർമാൻ ആയത്. അതായത് 2022 അദ്ദേഹം 2022 ജനുവരി 14 അദ്ദേഹം ISROയുടെ ചെയർമാൻ ആയത്. ഇന്നിപ്പോൾ 2025 ജനുവരി 14 അദ്ദേഹം കൈമാറുകയാണ്. ISROയുടെ പുതുതായി നിയമിതനായ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ ഏത് മേഖലയിലാണ് വൈവിധ്യം നേടിയത്? റോക്കറ്റ്, ബഹിരാകാശ പേടകം, പ്രൊപ്പൽഷൻ എന്നിവയിൽ വിദഗ്ധൻ. ഹീസ് എൻ എക്സ്പേർട്ട് ഇൻ റോക്കറ്റ് ആൻഡ് സ്പേസ് ക്രാഫ്റ്റ് പ്രൊപ്പൽഷൻ. ഡോക്ടർ വി നാരായണൻ ഇപ്പോഴത്തെ ഡയറക്ടർ ആണ് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ. അദ്ദേഹമാണ് വരാൻ പോകുന്ന ജനുവരി 14 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ചെയർമാൻ ആകാൻ പോകുന്നത് ഫോർ 2 years. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യ അതിന്റെ ആദ്യ തലമുറ ബീറ്റ ബേബിയെ സ്വാഗതം ചെയ്തു. ഇതൊരു ന്യൂസ് തന്നെയാണല്ലേ. അതായത് പുതിയ ജനറേഷന്റെ ആദ്യത്തെ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ബീറ്റ ബേബി എന്ന് പറയുന്ന ആ ഒരു കുട്ടിയെ ഇന്ത്യ സ്വാഗതം ചെയ്തു. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യ തലമുറ ബീറ്റ കുഞ്ഞിന്റെ പേരെന്താണ്? ഫ്രാങ്കി റംറോദിക സാഡക്. ഇന്ത്യയിലെ ആദ്യത്തെ ബീറ്റ ബേബിയാണ് ഫ്രാങ്കി റംറോദിക സാഡക്. അപ്പൊ ബീറ്റ ബേബി എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ആൽഫയായിരുന്നു. ആൽഫ കഴിഞ്ഞപ്പോൾ ബീറ്റ വന്നു. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നുകൂടി പോകാം. ഏത് കാലഘട്ടത്തെ ജനറേഷൻ ബീറ്റ എന്ന് വിളിക്കുന്നു? 2025-നും 2039-നും ഇടയിൽ പറയുന്ന ഒന്നാണ് ജനറേഷൻ ബീറ്റ. ഇപ്പൊ ജനറേഷൻ നമ്മൾ ഓരോ ജനറേഷനും പറയുന്നുണ്ട്. അതായത് 2013 മുതൽ 2022 വരെ ജനിച്ചവരെല്ലാം ജനറേഷൻ ആൽഫയിൽ വരുന്നവരാണ്. 2013 മുതൽ 2022 വരെ ജനറേഷൻ ആൽഫ. അതിനുശേഷം ഇപ്പോൾ 2025 മുതൽ 2039 വരെ പറയുന്ന പേരാണ് ജനറേഷൻ ബീറ്റ. ജനറേഷൻ ആൽഫയ്ക്ക് മുമ്പാണെങ്കിൽ ജനറേഷൻ ഇസഡ് ആയിരുന്നു 1997 മുതൽ 2012 വരെ.
അതിനു മുമ്പ് മില്ലേനിയൽസ്, ജനറേഷൻ എക്സ്, ബേബി ബൂമേഴ്സ്, സൈലന്റ് ജനറേഷൻ, ഗ്രേറ്റസ്റ്റ് ജനറേഷൻ എന്നിങ്ങനെ പുറകിലേക്ക് പോകുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷനെ പറയുന്ന ഒന്നാണ് ജനറേഷൻ ബീറ്റ. ഇത് 2025 മുതൽ 2039 വരെയാണ്. പ്രധാനമായിട്ടും പറയുമ്പോൾ AI ആയിട്ട് ബന്ധപ്പെട്ട കൂടുതലായിട്ട് നോളജ് വരുന്ന കുട്ടികളാണ് ഇനി വരാൻ പോകുന്ന തലമുറ. അതായത് ഈ വർഷം മുതലുള്ള കുട്ടികളുടെ ആ ഒരു ജനറേഷൻ കാണുന്നത് AI-യിലും ടെക്നോളജിയും ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന കുട്ടികളെയാണ് AI-യുടെ ഇപ്പോഴത്തെ ജനറേഷൻ ബീറ്റ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ തലമുറ ബീറ്റ ബേബിയെ ഫ്രാങ്കി റംറോദിക സാഡങ് ഏത് തീയതിയിലാണ് ജനിച്ചത്? 2025 ജനുവരി 1 വെളുപ്പിന് 12:03 ജനിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ കുഞ്ഞ് 2025 ജനിച്ചത് മിസോറാമിലെ ഐസാവലിലെ ഒരു ഹോസ്പിറ്റലിലാണ്. ആ കുട്ടിയുടെ പേരാണ് ബേബി ഫ്രാങ്കി റംറോദിക സാഡങ്. ഈ കുട്ടിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ജനറേഷൻ ബീറ്റ ബേബി. ജനറേഷൻ ബീറ്റ എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? ഓസ്ട്രേലിയൻ ഫ്യൂച്ചറിസ്റ്റ് മാർക്ക് മെക്രണ്ടൽ. ഓസ്ട്രേലിയൻ ഫ്യൂച്ചറിസ്റ്റ് മാർക്ക് മെക്രണ്ടലാണ് ജനറേഷൻ ബീറ്റ എന്ന പേര് നൽകിയിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ കുഞ്ഞിന്റെ പേരാണ് ഫ്രാങ്കി റംറോദിക സാഡങ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യ റാങ്ക് സെക്കൻഡ് ഫോർ സൈബർ അറ്റാക്ക് ഇൻ 2024. 2024 സൈബർ ആക്രമണത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണിത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സൈബർ ആക്രമണ റിപ്പോർട്ടിൽ 2024 ഏറ്റവും അധികം ലക്ഷ്യമിടുന്ന രാഷ്ട്രമായി ആഗോളതലത്തിൽ ഇന്ത്യയുടെ റാങ്ക് എന്താണ്? സെക്കൻഡ് മോസ്റ്റ് പെർ ഇയർ 95 അറ്റാക്സ്. അതായത് വർഷത്തിൽ 95 ആക്രമണങ്ങൾ. ഒരു വർഷം ഇന്ത്യയിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് സൈബർ അറ്റാക്സ് നടക്കുന്നത് 95 അറ്റാക്സ് ആണ് നടക്കുന്നത്. സൈബർ അറ്റാക്സ് ആയി ബന്ധപ്പെട്ട് ഫൈനാൻസ് അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിലേക്ക് വരുന്ന ഏറ്റവും വലിയ അറ്റാക്ക് എന്ന് പറയുമ്പോൾ ആ അറ്റാക്കിൽ ഇന്ത്യ 2ാമത്തെ രാജ്യമാണ് ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. 2024 സൈബർ ആക്രമണത്തിൽ ആഗോളതലത്തിൽ ഏറ്റവും അധികം ലക്ഷ്യമിടുന്ന രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? US 140 അറ്റാക്ക്. 140 അറ്റാക്ക് ആണ് ഒരു വർഷം US-ന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. സൈബർ അറ്റാക്ക് ആയി ബന്ധപ്പെട്ട് ഫൈനാൻസ് അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിലേക്ക് 140 പ്രാവശ്യം ആണ് US-ന് ഈ അറ്റാക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇന്ത്യ ആണെങ്കിൽ 95 അറ്റാക്ക് ആണ്. തൊട്ടുപുറകെ നിൽക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേൽ ആണ്. ഏറ്റവും ടോപ്പ് ലെവൽ US, 2ാം സ്ഥാനത്ത് ഇന്ത്യ, 3ാം സ്ഥാനത്ത് ഇസ്രായേൽ ആണ് ഏറ്റവും അധികം സൈബർ അറ്റാക്ക് നടന്നിട്ടുള്ളത്. 2025 ജനുവരി 7 അന്താരാഷ്ട്ര പോലീസ് സഹായത്തിനായി ഭാരത് പോൾ എന്ന പുതിയ പോർട്ടൽ ആരംഭിച്ചത് ആരാണ്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു സഹായം ഇന്റർപോളിന് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ ആവശ്യം വരുന്ന ആ ഒരു മേഖലയെ ഒന്നുകൂടി പവർഫുൾ ആക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിട്ടുള്ള, അതായത് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് പുറത്തിറക്കിയിട്ടുള്ള ഒന്നാണ് ഭാരത് പോൾ എന്ന് പറയുന്ന ഒരു പോർട്ടൽ. ഈ പോർട്ടലിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ പോലീസ് ആയിട്ടുള്ള സഹകരണം അതിനുവേണ്ടി തന്നെയാണ്. ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത്ഷായാണ്. ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷാ. ഈ കഴിഞ്ഞ ദിവസം അതായത് ജനുവരി 7-ാം തീയതിയാണ് യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത്ഷാ ഇന്ത്യയുടെ ഭാരത് പോൾ എന്ന ഇന്റർനാഷണൽ പോലീസ് അസിസ്റ്റന്റ് എന്ന പേരിലുള്ള ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുള്ളത്. ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ജൻഭാഗിദാരി സെ ജൻ കല്യാൺ ഈസ് ദ തീം ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യസ് ന്യൂ ഇയർ കലണ്ടർ. ജൻഭാഗിദാരി സെ ജൻ കല്യാൺ എന്നതാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ പുതുവർഷ കലണ്ടറിന്റെ തീം. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഇന്ത്യ ഗവൺമെന്റിന്റെ പുതുവർഷ കലണ്ടറിന്റെ തീം എന്താണ്? ജൻഭാഗിദാരി സെ ജൻ കല്യാൺ. ഓരോ വർഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കലണ്ടറിന് ഒരു തീം ഉണ്ടാകാറുണ്ട്. ഈ വർഷത്തെ തീം ആണ് ജൻഭാഗിദാരി സെ ജൻ കല്യാൺ. അതായത് പബ്ലിക് വെൽഫെയർ ത്രൂ പബ്ലിക് പാർട്ടിസിപ്പേഷൻ. പൊതുജന പങ്കാളിത്തത്തിലൂടെ പൊതുജനക്ഷേമം. പബ്ലിക് വെൽഫെയർ ത്രൂ പബ്ലിക് പാർട്ടിസിപ്പേഷൻ. ഇന്ത്യ ഗവൺമെന്റ് പുതുവത്സര കലണ്ടർ 2025 എത്ര ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചു? 13 ഇന്ത്യൻ ഭാഷകൾ. അതായത് ഇന്ത്യൻ കലണ്ടർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ കലണ്ടർ ഇന്ത്യ 13 ലാംഗ്വേജിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ പ്രാവശ്യത്തെ തീം ആണ് ജൻഭാഗിദാരി സെ ജൻ കല്യാൺ.
2025 ഇന്ത്യ ഗവൺമെന്റിന്റെ പുതുവർഷ കലണ്ടറിലെ ജനുവരി മാസത്തിന്റെ മുദ്രാവാക്യം എന്താണ്? എല്ലാവരുടെയും ക്ഷേമം. ഓരോ മാസത്തിനും ഓരോ മോട്ടോ ആണുള്ളത്, അതായത് മുദ്രാവാക്യമാണുള്ളത്. ഇതനുസരിച്ച് 2025 ജനുവരി മാസത്തിലെ ആ തീം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മോട്ടോ എന്ന് പറഞ്ഞാൽ, അത് വെൽഫെയർ ഓഫ് ഓൾ ആണ്. 2025 ജനുവരി 7 ഇന്ത്യ ഗവൺമെന്റ് പുതുവത്സര കലണ്ടർ 2025 പുറത്തിറക്കിയത് ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് I&B ശ്രീ അശ്വനി വൈഷ്ണവ്. കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് ഇന്നലെ ജനുവരി 7 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കലണ്ടർ പുറത്തിറക്കിയിട്ടുള്ളത്. ഈ കലണ്ടർ അനുസരിച്ച് തീം ആണ് ജൻഭാഗിദാരി സേ ജൻ കല്യാൺ, പൊതുജന പങ്കാളിത്തത്തിലൂടെ പൊതുജനക്ഷേമം എന്നതാണ് തീം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്തോനേഷ്യ ബിക്കംസ് ഫുൾ മെമ്പർ ഓഫ് ബ്രിക്സ്, ബ്രസീൽ കൺഫേംസ്. ഇന്തോനേഷ്യയെ ബ്രിക്സിൽ പൂർണ്ണ അംഗമായി ബ്രസീൽ സ്ഥിരീകരിച്ചു. ബ്രിക്സ് എന്നാൽ നമുക്കറിയാം, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക അടങ്ങുന്ന ഒന്നാണ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക അടങ്ങുന്ന ഒന്നാണ് ബ്രിക്സ്. ബ്രിക്സിന്റെ പുതിയ മെമ്പർ ആയിട്ട് ഇന്തോനേഷ്യയെ ബ്രസീൽ കൺഫേം ചെയ്തു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജനുവരി 6 വികസ്വര സമ്പദ് വ്യവസ്ഥകളുടെ അന്താരാഷ്ട്ര ബ്രിക്സ് ഗ്രൂപ്പിലെ 10ാമത്തെ അംഗമായി മാറിയത് ആരാണ്? ഇന്തോനേഷ്യ. അതായത് ഇപ്പോൾ ബ്രിക്സിൽ 10 അംഗങ്ങൾ ആണുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്തോനേഷ്യ ആണ് ജനുവരി 6 ഈ ഒരു ഗ്രൂപ്പിൽ അംഗമായിട്ടുള്ളത്. ആദ്യത്തെ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്കയാണ്. 2023 വികസ്വര സമ്പദ് വ്യവസ്ഥകളുടെ ഗ്രൂപ്പായ ബ്രിക്സിൽ എത്ര രാജ്യങ്ങൾ ചേർന്നു? ഇറാൻ, ഈജിപ്റ്റ്, എത്യോപ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. 4 രാജ്യങ്ങൾ ആണ് കഴിഞ്ഞ വർഷം ബ്രിക്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതായത് ബ്രിക്സിൽ 5 രാജ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ വർഷം 4 രാജ്യങ്ങളും ഈ വർഷം 1 രാജ്യം ചേർന്നു. കഴിഞ്ഞ വർഷം ആയിരുന്നു ഇറാൻ, ഈജിപ്റ്റ്, എത്യോപ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഈ വർഷം ആണെങ്കിൽ ഇന്തോനേഷ്യ. 2009 ബ്രിക്സ് രൂപീകരിക്കുമ്പോൾ അതിൻ്റെ സ്ഥാപക അംഗങ്ങൾ ആരായിരുന്നു? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. 4 രാജ്യങ്ങൾ ചേർന്നാണ് 2009 ബ്രിക്സ് എന്ന സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. അന്ന് 4 രാജ്യങ്ങൾ ആയിരുന്നു ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. ദക്ഷിണാഫ്രിക്ക ബ്രിക്സിൽ അംഗമായി ചേർന്ന വർഷം 2010. അപ്പൊ ബ്രിക്സിന്റെ ലാസ്റ്റ് വരുന്ന എസ്, അത് സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്ക 2010 ബ്രിക്സിൽ അംഗമായിട്ടുള്ളത്. ബ്രിക്സ് രൂപീകരിച്ചിട്ടുള്ളത് 2009. ഇപ്പോൾ 10 അംഗങ്ങളാണ് ബ്രിക്സിൽ ഉള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ് സ്ക്വാഷ്. അനാഹത് സിംഗ് ക്ലിഞ്ചസ് അണ്ടർ-17 ഗേൾസ് സിംഗിൾ ടൈറ്റിൽ അറ്റ് ബ്രിട്ടീഷ് ജൂനിയർ ഓപ്പൺ. ബ്രിട്ടീഷ് ജൂനിയർ ഓപ്പണിൽ അണ്ടർ-17 പെൺകുട്ടികളുടെ സിംഗിൾസ് കിരീടം അനാഹത് സിംഗ്. ഇന്ത്യയിലെ ഒരു സ്ക്വാഷ് പ്ലെയർ ആണ് അനാഹത് സിംഗ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജനുവരി 7 ഈജിപ്തിന്റെ മാലിക എൽ കറാക്സിയെ പരാജയപ്പെടുത്തി അണ്ടർ-17 ബ്രിട്ടീഷ് ജൂനിയർ ഓപ്പൺ സ്ക്വാഷ് കിരീടം നേടിയ ഇന്ത്യക്കാരുടെ പേര് അനാഹത് സിംഗ്. ഇന്ത്യയുടെ ഒരു പ്രൊഫഷണൽ സ്ക്വാഷ് താരമാണ് അനാഹത് സിംഗ്. അണ്ടർ-17 വിജയിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബ്രിട്ടീഷ് ജൂനിയർ ഓപ്പൺ സ്ക്വാഷ് കിരീടം കരസ്ഥമാക്കിയിട്ടുള്ള ഇന്ത്യക്കാരിയാണ് അനാഹത് സിംഗ്. പേരൊരിക്കലും മറക്കരുത്. അനാഹത് സിംഗ് എന്ന് പറഞ്ഞാൽ അത് സ്ക്വാഷ് ആയി ബന്ധപ്പെട്ട ഒരു താരമാണ്. ഇന്ത്യയുടെ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ബ്രിട്ടീഷ് ജൂനിയർ ഓപ്പൺ സ്ക്വാഷ് കിരീടം കരസ്ഥമാക്കി. അണ്ടർ-17 2024 ഹോങ്കോങ് ഫുട്ബോൾ ക്ലബിൽ നടന്ന ലോക സ്ക്വാഷ് ടീം ചാമ്പ്യൻഷിപ്പ് നേടിയ ടീം ഏത്? ഈജിപ്ത്. കഴിഞ്ഞ വർഷത്തെ വേൾഡ് സ്ക്വാഷ് ടീം ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ടീം ആണ് ഈജിപ്ത്. മെൻസിന്റെയും വിമൻസിന്റെയും 2 ടീമിന്റെയും കിരീടം കരസ്ഥമാക്കിയിട്ടുള്ള ടീം ആണ് ഈജിപ്ത്. ഈ മത്സരം നടന്നിട്ടുള്ളത് ഹോങ്കോങ് ഫുട്ബോൾ ക്ലബിൽ വെച്ചാണ്. വേൾഡ് സ്ക്വാഷ് ടീം ചാമ്പ്യൻഷിപ്പ് നേടിയ ടീം ആണ് ഈജിപ്ത്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.